ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ ആ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ ട്രംപിനുള്ള കൃത്യമായ മറുപടിയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത സൈനിക നീക്കങ്ങൾക്കെതിരെ ഇറാൻ ഇപ്പോൾ തങ്ങളുടെ ഏറ്റവും ശക്തമായ ആയുധമാണ് പുറത്തെടുത്തിരിക്കുന്നത്. വെറും സൈനികമായ തിരിച്ചടികൾക്കപ്പുറം ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ എണ്ണ വ്യാപാരത്തെ ശത്രു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഈ യുദ്ധ സാഹചര്യത്തിൽ ഇറാന്റെ നീക്കങ്ങളെയും അതിന്റെ ആഗോള പ്രത്യാഘാതങ്ങളെയും നമുക്ക് പരിശോധിക്കാം. ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഈ പുതിയ പ്രഖ്യാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങളെ തന്നെ ഞെട്ടിക്കുന്നതാണ്. അമേരിക്കൻ ഇസ്രയേൽ അംബാസിഡർമാരെ പുറത്താക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രം ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ യാത്ര അനുവദിക്കുമെന്നതാണ് ഇറാന്റെ നിലപാട്. ലോകത്തെ മൊത്തം എണ്ണക്കിടത്തിന്റെ 1/5 ഭാഗവും കടന്നു പോകുന്ന ഈ ജലപാത ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് ഇതിലൂടെ അവർ തെളിയിക്കുകയാണ്. കേവലം 21 മൈൽ മാത്രം വീതിയുള്ള ഈ പ്രദേശം അടച്ചിടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നതിലൂടെ തങ്ങളെ ആക്രമിക്കുന്നവർക്ക് കനത്ത സാമ്പത്തിക തിരിച്ചടി നൽകാൻ ഇറാന് സാധിക്കുമെന്നാണ് ഇവർ തെളിയിക്കുന്നത്. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളുടെ കപ്പലുകൾക്ക് പേർഷ്യൻ ഗൾഫിൽ സുരക്ഷാ നികുതി ഏർപ്പെടുത്താനുള്ള ഇറാന്റെ തീരുമാനം ഒരു പുതിയ തരം സാമ്പത്തിക യുദ്ധമുറയാണ്. തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ശക്തികൾക്ക് ഈ മേഖലയിലൂടെ സൗജന്യമായി വ്യാപാരം നടത്താൻ കഴിയില്ലെന്ന കർശന സന്ദേശമാണിത്. ഡൊണാൾഡ് ട്രംപ് ഹോർമുസ് കടലിടുക്ക് തുറന്നതാണെന്ന് അവകാശപ്പെടുമ്പോഴും പ്രായോഗികമായി അവിടെ ഇറാന്റെ നിഴൽ പരിശോധനകളും നിയന്ത്രണങ്ങളും ശക്തമാണ്. ട്രംപ് ഭരണകൂടം പരാജയം സമ്മതിക്കുന്നതുവരെ ഈ സാമ്പത്തിക പോരാട്ടം തുടരുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നത് അവരുടെ ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. യുദ്ധം 10ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ തന്നെ ആഗോള എണ്ണ വിപണി തകിടം മറിഞ്ഞിരിക്കുകയാണ്. യുദ്ധത്തിന് മുൻപ് ബാരലിന് $65-68 ആയിരുന്ന ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ $116 മുകളിൽ എത്തി നിൽക്കുന്നു. ഏകദേശം 2 കോടി ബാരൽ എണ്ണയാണ് ഹോർമുസ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവിടങ്ങളിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ വിതരണ ശൃംഖലയെ പൂർണ്ണമായും തകർത്തു കഴിഞ്ഞിരിക്കുന്നു. ഖത്തറിലെ റാസ് ലഫാൻ LNG പ്ലാന്റ് അടച്ചുപൂട്ടിയതോടെ ലോകത്തെ പ്രകൃതിവാതക വിതരണത്തിന്റെ 20% നിലച്ചു. ഈ പ്രതിസന്ധി തുടർന്നാൽ എണ്ണവില ബാരലിന് $150 വരെ ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അമേരിക്കയ്ക്കുള്ളിലും ഈ യുദ്ധം വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഗ്യാസോലിൻ വില ഗാലന് $4 മുകളിലെത്തിയത് അമേരിക്കൻ ഉപഭോക്താക്കൾക്കിടയിൽ ട്രംപ് ഭരണകൂടത്തോടുള്ള അതൃപ്തി വർദ്ധിപ്പിക്കുന്നു. സൈനികമായ മേധാവിത്വം അവകാശപ്പെടുമ്പോഴും സാമ്പത്തികമായി അമേരിക്ക വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇറാന്റെ സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചുള്ള ഭീതിയും അമേരിക്കൻ ഭരണകൂടത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇസ്രയേലിലാകട്ടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ കാരണം വ്യവസായ മേഖലകളും എണ്ണ ശുദ്ധീകരണശാലകളും ഭീഷണിയിലാണ്. ഈ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയും ചൈനയും പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളെയാണ്. തങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്കായി പശ്ചിമേഷ്യയെ വൻതോതിൽ ആശ്രയിക്കുന്ന ഈ രാജ്യങ്ങൾക്ക് എണ്ണ വിലയിൽ ഉണ്ടാകുന്ന ഓരോ വർധനവും വലിയ സാമ്പത്തിക ബാധ്യതയാകുന്നു. ഇന്ത്യയിലെ പണപ്പെരുപ്പ നിരക്ക് വർദ്ധിക്കാനും രൂപയുടെ മൂല്യം ഇടിയാനും ഈ സാഹചര്യം കാരണമാകും. ഇറാൻ ഉയർത്തുന്ന നിബന്ധനകൾ അംഗീകരിക്കണോ അതോ അമേരിക്കൻ പക്ഷത്ത് നിൽക്കണോ എന്ന ധർമ്മസങ്കടത്തിലാണ് പല രാജ്യങ്ങളും. ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി വന്ന മൊജ്തബ ഖമേനിയുടെ കീഴിൽ ഇറാൻ കൂടുതൽ കരുത്തുറ്റ നിലപാടുകളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ജനങ്ങളുടെ വലിയ പിന്തുണയും സൈന്യത്തിന്റെ അചഞ്ചലമായ പോരാട്ട വീര്യവും ഇറാന് കരുത്തു പകരുന്നു. തങ്ങളുടെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചാൽ ലോകത്തിന്റെ തന്നെ ഊർജ വിതരണം തടയുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും ഭീഷണിയല്ലെന്ന് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ തെളിയിക്കുന്നതാണ്.
അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ സൈനികമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ ലോകത്തെ മുഴുവൻ സാമ്പത്തികമായി മുട്ടുകുത്തിക്കാനുള്ള തന്ത്രമാണ് ഇവിടെ പയറ്റുന്നത്. ഹോർമുസ് കടലിടുക്ക് എന്ന ചെക്ക് പോയിന്റ് ഉപയോഗിച്ച് അവർ നടത്തുന്ന ഈ കരുനീക്കം യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റാൻ സാധ്യതയുണ്ട്. സമാധാന ചർച്ചകൾക്ക് റഷ്യയും ഫ്രാൻസും മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും തങ്ങളുടെ നിബന്ധനകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറല്ല. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നയതന്ത്ര നീക്കങ്ങളും ഈ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതാണ്.